പിള്ളാരെ, നിങ്ങളീന്ന് ആരെങ്കിലും ഇൻഫീരിയോറിറ്റിന്റെ സ്പെല്ലിംഗ് പറയാമോ? വർഷ എണീറ്റ് പറഞ്ഞോളൂ. ഓക്കെ മിസ്. YNOFROT. നമ്മൾ ഇങ്ങനത്തെ ചില സിനാരിയോസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളറിയാണ്ട് തന്നെ ചില കോംപ്ലക്സുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുക. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് മിക്ക പേർക്കും ഒരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. ആൻഡ് ദെൻ വി ഫീൽ ലൈക്ക് വി ആർ ലെസ് ദാൻ ദ പീപ്പിൾ ഇൻ എ സൊസൈറ്റി. ഈ പെർട്ടിക്കുലർ ഫീലിംഗ്, അതായത് നമ്മൾ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് അല്ലെങ്കിൽ പുറകോട്ടാണ്, ദിസ് ഇസ് കോൾഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇതൊരു മെൻ്റൽ ഡിസോർഡർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇത് കൂടി നമ്മളിത് പൂട്ടി വെച്ചാൽ ഇതൊരു മെൻ്റൽ ഡിസോർഡറായി മാറാം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ അവർ അപ്പിയറൻസ്. അതായത് എനിക്ക് പൊക്കം പോരാ, അല്ലെങ്കിൽ എനിക്ക് നിറം പോരാ, അല്ലെങ്കിൽ എനിക്ക് അവളുടെ അത്രയും ഭംഗി പോരാ, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ. ഓറൽസ് സംടൈംസ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ തമാശ രീതിയിൽ കളിയാക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നീട് അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സായി മാറാം. വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ, ദ ഇൻ്റർനെറ്റ് വേൾഡ്, അതിലെല്ലാം ഭയങ്കര പെർഫെക്റ്റായ രൂപങ്ങളും പെർഫെക്റ്റായ ആൾക്കാരും എല്ലാം പെർഫെക്റ്റായിട്ട് കണ്ട് ദിസ് ഈസ് എഫക്റ്റിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മളെപ്പോഴും ഒരു കമ്പാരിസൺ ലോകത്താണ് ജീവിക്കുന്നത്. സ്കൂളിൽ അഥവാ വീട്ടിലൊക്കെ നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ പാരൻസ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ് ഒക്കെ നമ്മളോട് ഇവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കമ്പയർ ചെയ്യാം. ആൻഡ് ദിസ് ലീഡ്സ് us to comparing ourselves with others even though we are good in our own ways. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഇതിനൊരു കാരണമാകാം. മറ്റുള്ളവരുടെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാനോ ആഗ്രഹിക്കാനോ പോലും പറ്റാത്തപ്പോൾ നമുക്ക് വിഷമം തോന്നാം. നമ്മൾ എങ്ങനെ സൊസൈറ്റി നമ്മളെ കാണുന്നു എന്ന് വിചാരിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ കാണാൻ തുടങ്ങും. സൊസൈറ്റിയിൽ ഇഫ് വി ഫീൽ ലൈക്ക് വി ആർ നോട്ട് റെസ്പെക്റ്റഡ്, വി വിൽ സ്റ്റാർട്ട് ടു ഫീൽ ഇൻഫീരിയർ. വി സ്റ്റാർട്ട് തിങ്കിങ് തിങ്സ് ലൈക്ക് ഞാൻ അവിടെ പോയാൽ ശരിയാവുമോ, അവർക്ക് എന്നെ ഇഷ്ടമാകുമോ, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. ഈ വക തോന്നലും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാർ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ചില പേര് ആരും കാണാതെ ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് മാറിയിരിക്കാം. ഇത് ഇൻട്രോവേഷനായിട്ട് മിക്സ് ചെയ്യരുത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാർ ആരോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കില്ല, ആൻഡ് ദാറ്റ് ടു ഇൻ എൻ അൺഹെൽതി വേ. ചില പേര് ഭയങ്കര അറ്റൻഷൻ സീക്കിങ്ങായി മാറാം. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടു ഫീൽ ബെറ്റർ അവർ സൊസൈറ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണെന്ന് അവർക്ക് ഉറപ്പാക്കണം. ദേ ഡോണ്ട് ലൈക്ക് ബീങ് ത്രോൺ ഔട്ട് ഓഫ് ദ സ്പോട്ട് ലൈറ്റ്. ചില ആൾക്കാർ ഹൈലി സെൻസിറ്റീവായി മാറിത്തീരാം. അവർക്ക് ചെറിയ സജഷൻസ് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേ റെസ്പോണ്ട് വിത്ത് ആങ്കർ. ഇതെന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ദ തോട്ട് ദാറ്റ് ഇവൻ എന്നെ താത്താൻ നോക്കുകയാണോ വിൽ ഓൾവേസ് കീപ് ടോർച്ചറിങ് ദം. ആൻഡ് സം പീപ്പിൾ അവർ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ദേ നീഡ് ടു ഫീൽ സുപ്പീരിയർ ആൻഡ് അതിന് ദേ നീഡ് ടു മേക്ക് അതേഴ്സ് ഫീൽ ഇൻഫീരിയർ. അപ്പോൾ യു മൈ ബി തിങ്കിങ് ഇതെങ്ങനെ മാറ്റും, എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ ഞാനിതെങ്ങനെ ഡീൽ ചെയ്യും. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. ടു എ ലിമിറ്റ് ഫീലിംഗ് ഇൻഫീരിയർ ഇസ് ഓക്കെ. കാരണം നമുക്കിത് പോരാ എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴേ നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റാർട്ട് അനലൈസിങ് ഇഫ് ദിസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഈ ഇൻഫീരിയർ ഫീലിംഗ് നിങ്ങളുടെ നോർമൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. സോഷ്യൽ ഐസൊലേഷൻ ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ഇഫ് യു ഫീൽ ലൈക്ക് ഈ ഒരു കോംപ്ലക്സ് കാരണമാണ് നിങ്ങൾ മാറിയിരിക്കുന്നതെങ്കിൽ കോൺടാക്ട് യുവർ ക്ലോസ് ഫ്രണ്ട്സ് ഓർ യുവർ ലവ്ഡ് വൺസ്. ആദ്യം ഇവരുടെ ഒപ്പം തന്നെ കുറച്ചായി ഈ ഐസൊലേഷൻ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ലേറ്റർ ട്രൈ ടു എക്സ്പാൻഡ് യുവർ സോഷ്യൽ സർക്കിൾ.
മെഡിറ്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. നിങ്ങളുടെ തോട്ട്സ് അനലൈസ് ചെയ്യാൻ, പിന്നെ നിങ്ങളെക്കുറിച്ച് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്പിരിച്വൽ പ്രാക്ടീസ്. ഇതിന് ഇതിൻ്റെതായ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളെ അളക്കരുത്. നമ്മൾ നമുക്ക് തന്നെ മിനി ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിയിൽ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് ഇമേജ് ബൂസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് 5 പേജ് വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് 2 പടം വരച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് 10 മിനിറ്റ് എന്തായാലും എക്സസൈസ് ചെയ്തിരിക്കും. അങ്ങനെ ഓരോ സെൽഫ് ക്രിയേറ്റഡ് ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെൽഫ് ഇമേജ് നമ്മുടെ കയ്യിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് എക്സ്റ്റേണൽ ഹെൽപ്പ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ leave a comment below or you can contact me at my email address.